പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ ഒരു സംശയമുണ്ടായി. ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ വിഷയങ്ങളെക്കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രസക്തമായത് അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സൈനിക വിമാനത്തിൽ കൈകൾ ബന്ധിച്ച് കാലുകൾ ബന്ധിച്ച് നാട് കടത്തുന്ന വീഡിയോ ഇതിനകം നമ്മൾ കണ്ടിരിക്കും. ഭക്ഷണം പോലും കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇത് ഇന്നത്തെ പത്രത്തിൽ ആദ്യ പേജിൽ വന്നത് അത് നമ്മുടെ നാട്ടുകാരോടും അദ്ദേഹം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. 205 കുടിയേറ്റക്കാരെ അദ്ദേഹം ഇതേ സൈനിക വിമാനത്തിൽ കൈകൾ ബന്ധിച്ച് നാട് കടത്തി ഇന്നവർ നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തിയിട്ടുണ്ടാവാം ചിലപ്പോൾ. ഞാൻ പറയുന്നത്, ആ വാർത്ത വായിച്ച് അതേ പേപ്പറിൽ 7ാമത് പേജിലെത്തുമ്പോൾ അവിടെ ഒരു വാർത്ത ഇങ്ങനെയുണ്ട്: അസം തടങ്കലിൽ കഴിയുന്ന വിദേശികളാണെന്ന് കണ്ടെത്തിയവരെ ഉടൻ നാട് കടത്തണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനൊരു നിരീക്ഷണം നടത്താൻ കാരണമുണ്ട്. രാജ്യത്ത് വിദേശികളെന്ന് കണ്ടെത്തിയ 63 പേരെ 12-13 വർഷമായി അസമിൽ ഡിറ്റക്ഷൻ സെന്ററിൽ പാർപ്പിച്ചിരിക്കുകയാണത്രേ. അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന് ഭരണകൂടം നൽകിയ മറുപടി, അവർ ഇന്ത്യക്കാരനല്ലെന്ന് കണ്ടെത്തി, പക്ഷെ അവർ ഏത് രാജ്യക്കാരനാണെന്ന് അവരുടെ വിലാസം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്ത്യൻ ഭരണകൂടം നൽകിയ മറുപടി. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിലും രാജ്യമില്ലാത്ത മനുഷ്യന്മാർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നെട്ടലാണ് ഉണ്ടാവുന്നത്. നമ്മൾ NRC CAA സമരത്തിൽ പങ്കെടുത്തവരാണ്. അന്ന് ആ പങ്കെടുക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു, ഇങ്ങനെ രാജ്യത്ത്, ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ രാജ്യമില്ലാത്ത മനുഷ്യന്മാരെ കണ്ടെത്തുമെന്നുള്ളത്. കാരണം ബംഗ്ലാദേശ് അവരെ സ്വീകരിക്കാൻ തയ്യാറല്ലത്രേ. എന്നാൽ നമ്മുടെ രാജ്യത്ത് പറയുന്നത് അവർ ബംഗ്ലാദേശികളാണ്. അങ്ങനെ രാജ്യമില്ലാതെ ജീവിതകാലം മുഴുവൻ തടവറകളിൽ കഴിയേണ്ടി വരുമെന്ന സൂചന അന്നേ ഈ സമരകാലത്ത് നേതാക്കൾ അവരുടെ പ്രസംഗത്തിലും അവരുടെ സമര വേദികളിലും പറഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ സുപ്രീം കോടതി നിരീക്ഷണത്തിന്റെ കാര്യം. ഈ 2 വാർത്തകളും വായിച്ചപ്പോൾ ഏത് ഭരണകൂടമാണ് കൂടുതൽ മനുഷ്യത്വരഹിതമെന്ന് പറയാൻ സംശയമുണ്ടായതിൻ്റെ പേരിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്നിരുന്നാലും ഭരണാധികാരികൾ കൂടുതൽ വംശീയപരമായും കൂടുതൽ ക്രൂരപരമായും അല്ലെങ്കിൽ കരുണയില്ലാത്ത സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇനിയും നല്ല ഭരണാധികാരികളെ പ്രതീക്ഷിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ലോകം കൂടുതൽ പുതുകാലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ കരുണയുള്ള ലോകമായി മാറുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റി കൂടുതൽ മനുഷ്യത്വരഹിത സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഭരണകൂടങ്ങളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പത്രം വായിച്ചപ്പോൾ ഇതാണ് എന്നിലുണ്ടായ സംശയം. ഏത് നടപടിയാണ് ഏറ്റവും മനുഷ്യത്വരഹിതമായ നടപടി എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് ഇന്ന് വീഡിയോ ചെയ്തത്. എന്നിരുന്നാലും നമ്മുടെ ഭരണാധികാരികൾ കരുണയുള്ള ഭരണാധികാരികളായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.